എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ കാണുന്ന പുതിയ സ്റ്റുഡൻസിനോട് പറയാനുള്ളത്, നിങ്ങൾ ആദ്യം ഈ യൂട്യൂബ് ചാനലിൻ്റെ പ്ലേലിസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. പ്ലേലിസ്റ്റിൽ ഞാൻ ഓരോ ടോപ്പിക്കും സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഓർഡറിലാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. മുകളിൽ ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ 1, 2, 3, 4 എന്ന് പറഞ്ഞ് ഓർഡറിൽ ഞാൻ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ തിയറി രൂപത്തിൽ തുടക്കം തൊട്ട് എടുത്തിട്ടുണ്ട്, ഓർഡറിൽ എടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആ ഒരു മെത്തേഡിലല്ല, തിയറി ആയിട്ട് തന്നെ ഫുൾ ക്ലാസ് കുറേ ക്ലാസ്. കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ഏകദേശം 75% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ക്ലാസ്സുകൾ ഓർഡറിൽ നോട്ട് എഴുതി കണ്ട് പഠിക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഗൈഡ് ഓർഡർ ചെയ്ത സ്റ്റുഡൻസ് ആണെങ്കിൽ, ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഗൈഡ് ഞാൻ ഇറക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു, ഓരോ ടോപ്പിക്കിൻ്റെ ഗൈഡ് ഞാൻ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുകയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്ലേലിസ്റ്റ് പോയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വീഡിയോസ് കാണുക, ഒപ്പം ഗൈഡും അടുത്ത് പിടിച്ച് പഠിക്കുക. അപ്പോൾ ഗൈഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഗൈഡ് മാത്രം പഠിക്കുക എന്നുള്ളത്, ഗൈഡിൻ്റെ ഒപ്പം തന്നെ എന്തും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ക്ലാസ്സുകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഫുൾ ക്ലാസ് അപ്ലോഡ് ചെയ്ത് തീർന്നു എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും എല്ലാ ടോപ്പിക്കും എല്ലാ സബ്ജക്റ്റിൻ്റെയും ഗൈഡിൽ എന്താണോ അതേപോലെ തന്നെയാണ് ഞാൻ ക്ലാസ്സസും എടുക്കുന്നത്. അപ്പം ഗൈഡും ക്ലാസ്സുമായിട്ട് നിങ്ങൾ പ്ലേലിസ്റ്റ് നോക്കി ഓരോ ടോപ്പിക്ക് ഓരോ പ്ലേലിസ്റ്റ് പോയി നോക്കുന്നു, അതനുസരിച്ച് പഠിക്കുന്നു, ഗൈഡായിട്ട് റെഫർ ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്ലേലിസ്റ്റിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ ടോർട്ടിൻ്റെ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. ടോർട്ടൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതേപോലെ ടോർട്ടും കോൺട്രാക്റ്റ്, ജൂറിസ്പ്രുഡൻസ്, അങ്ങനെ സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ട് അതും ഞാൻ നമ്പേഴ്സ് ഇട്ടിട്ടുണ്ട്. ആ നമ്പേഴ്സ് നോക്കി ഓർഡറിൽ കാണുക. ഈ ടോപ്പിക്കുള്ള ഗൈഡ് ഞാൻ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി ഒരുമിച്ചിരുന്ന് വെച്ച് പഠിക്കുക എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ ഇംഗ്ലീഷ് എടുത്താൽ ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ ക്ലാസ്സുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സസ് ആണെങ്കിലും ഞാൻ നമ്പർ ഇട്ടിട്ട് വീഡിയോസ് കുറേ ചെയ്തിട്ടുണ്ട്. അതിന് ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ബേസിക് കാര്യങ്ങൾ പഠിക്കുക, പ്ലസ് അതിൻ്റെ ഒപ്പം നിങ്ങളുടെ കയ്യിൽ ഗൈഡ് കൂടി ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് ടോപ്പിക്കും കവറാവും. ഇനി അതുപോലെ തന്നെ മാത്സ്, അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ റീസണിങ് ഉണ്ടല്ലോ, അതിൻ്റെ ക്ലാസ്സസും അതും ഓരോന്ന്, ഇപ്പോൾ സ്പീഡാണെങ്കിൽ സ്പീഡ്, ഡിസ്റ്റൻസ്, ടൈം, അതാണെങ്കിൽ അങ്ങനെയും അരിത്തമെറ്റിക് മാത്സിൻ്റെ ക്ലാസ്സസും അതേപോലെ തന്നെ റീസണിങ്ങിൻ്റെ ക്ലാസ്സസും സെപ്പറേറ്റ് പ്ലേലിസ്റ്റിൽ ഇട്ടിട്ട് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചാനലിൽ പ്ലേലിസ്റ്റ് നോക്കി പഠിച്ചാൽ തന്നെ ഏകദേശം കുറേയൊക്കെ ഇത്ര കാലത്തിൽ തന്നെ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനി വരുന്ന എക്സാമിനും, അത് 3 ഇയർ LLB ആയിക്കോട്ടെ 5 ഇയർ LLB ആയിക്കോട്ടെ, ആർക്കാണെങ്കിലും 2 പേർക്കും ഇത്രയും ക്ലാസ്സുകൾ കണ്ടാൽ തന്നെ ഏകദേശം ഈ വർഷത്തെ എക്സാമിനുള്ള ഒരു ബേസിക് പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. മുൻകാലങ്ങളെ പോലെയല്ല, മുൻകാലങ്ങളിൽ എൻ്റെ കൈഡിൽ ഞാൻ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യും, പക്ഷേ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഗൈഡ് കംപ്ലീറ്റ് അല്ലായിരുന്നു. പക്ഷേ ഇപ്പം 4 ഗൈഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനനുസരിച്ച് തന്നെ ഞാൻ വീഡിയോസ് കുറേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ഇതിൻ്റെ ഗൈഡും കൂടി വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു കോച്ചിങ് സെൻറ്റർ പോലെ തന്നെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ക്ലാസ്സസ് ഫുൾ അപ്ലോഡ് ചെയ്തിട്ടില്ല, പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും, പ്ലസ് ഗൈഡിൽ നോക്കിയിട്ട് നിങ്ങൾ പഠിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് കാണുന്ന പുതിയ സ്റ്റുഡൻസ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പ്ലേലിസ്റ്റ് നോക്കിയിട്ട് ഓരോ വീഡിയോസും ഓർഡറിൽ കണ്ടുപിടിക്കുക. അപ്പോൾ പഴയ വീഡിയോസാണ് അപ്ലോഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ അത് ഈ വർഷം ഉപകാരപ്പെടും അങ്ങനെയൊന്നുമില്ല. അതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ അന്നത്തെ തന്നെ. ഇനി അതിലെന്തെങ്കിലും ചേഞ്ചസ് വന്നുണ്ടെങ്കിൽ ഇറർ ആൻഡ് കറക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വേറെ പ്ലേലിസ്റ്റിൽ ചെയ്തിട്ടുണ്ട്, ചെറിയ മാറ്റങ്ങൾ, അതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ പുതിയ സ്റ്റുഡൻസും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈഡ് വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസിന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുക്കാം, അത് നോക്കി നിങ്ങൾ ഗൈഡ് ഓർഡർ ചെയ്യുക. എന്നിട്ട് രണ്ടും വീഡിയോസും കാണുക, ഗൈഡും വെച്ച് പഠിച്ച് എൻട്രൻസ് എക്സാമിന് നന്നായിരുന്ന് പഠിക്കുക.